സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം അടുത്ത ഘട്ടത്തിലേക്ക്. ആശാവർക്കർമാരുടെ കുടുംബങ്ങളടക്കം ഒത്തുചേരുന്ന പൗരസാഗരം തുടങ്ങിയ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചെയ്യുന്നുണ്ട്. വിഷ്ണു, ആശാവർക്കർമാരുടെ സമരം കടുപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് 62ാം ദിവസമാണ് രാപ്പകൽ സമരം എത്തി നിൽക്കുന്നത്. പൗരസാഗരം തുടങ്ങിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ. അതിര പൗരസാഗരം എന്ന പരിപാടിയിലൂടെ തന്നെ ആശാവർക്കർമാർക്ക് സാഹിത്യ സാംസ്കാരിക രംഗത്തുള്ളവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. ഇതിൽ ആശമാരുടെ കുടുംബങ്ങളടക്കം പങ്കെടുത്തുകൊണ്ടാണ്. വലിയ പരിപാടിയായിരുന്നു. തലസ്ഥാനത്ത് തന്നെ വലിയ ഒരു ജനക്കൂട്ടം പങ്കെടുത്ത ഒരു വിശേഷം ഉള്ള പരിപാടി തന്നെയായിരുന്നു. ആശാവർക്കർമാരുടെ ഈ പ്രതിഷേധം 62ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതേസമയം തന്നെ 24 ദിവസമായുള്ള ഈ നിരാഹാര സമരവും തുടരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ തൊഴിലാളികളെ ഒരു തരത്തിലും പിന്തുണ നൽകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം ഉയരുന്നത്. ഈ ആശാസമരത്തെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നതാണെന്ന് ഓർക്കണമെന്ന എഴുത്തുകാരി ഖദീജ മുംതാസ് ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൂർണ്ണമായി ന്യായയുക്തമായ സമരമാണ് നടത്തുന്നതെന്ന് കവി സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. കോർപ്പറേറ്റ് സിഇഒമാരുടെ ഭാഷ സർക്കാർ ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ പിന്തുണയാണ് ആശമാർക്ക് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ പ്രതിഷേധ കൂട്ടായ്മയാണ്. സർക്കാർ പിന്തിരിഞ്ഞ് നിൽക്കുന്നതിനെ തുടർന്നുള്ള അവഗണനയെ ചൂണ്ടിക്കാട്ടുന്നുള്ള പ്രതിഷേധമായി തന്നെയാണ് ഈ സമരപരിപാടിയെ കാണുന്നത്. ഇനി വലിയ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നതോടൊപ്പം തന്നെ ഇനിയും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇനി വരുന്ന കാലഘട്ടത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അവസാന ഘട്ടത്തിലെങ്കിലും ഓണറേറിയം 3000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് ഘട്ടം ഘട്ടമായി 21,000 രൂപയിലേക്ക് എത്തിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാരിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ആശമാർ ചെറിയ രീതിയിലുള്ള ഓണറേറിയം വർധന ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം സമിതിയെ രൂപീകരിച്ച് വിഷയം പഠിച്ച ശേഷം ഘട്ടം ഘട്ടമായി ഓണറേറിയം വർദ്ധിപ്പിച്ചാൽ മതിയാകുമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഈ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായി വിളിച്ചാൽ ഈ ഒരു സമരം ഒരുപക്ഷെ വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആശമാരുടെ ഭാഗത്തു നിന്നുള്ളത്. രാഷ്ട്രീയ അടിമകളായി തുടരാൻ താല്പര്യമില്ലെന്നും ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആശമാർ രംഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതിര വിഷ്ണു, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമാണെന്നാണ് ആശാപ്രവർത്തകർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം ഈ ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധവുമായി നിൽക്കുന്ന ആശമാർക്ക് പ്രതിപക്ഷത്തു നിന്നും അതോടൊപ്പം പല സംഘടനകളിൽ നിന്നും ഒക്കെ വലിയ പിന്തുണയുണ്ടായിട്ടുണ്ട്. ഈ പിന്തുണയ്ക്ക് പിന്നാലെയാണ് ആശമാർക്ക് ഒരു ശക്തമായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു നിലപാടുള്ളത്. ആ നിലപാടിലൂടെയാണ് ആശമാർ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത്, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുക, പെൻഷൻ പ്രായപരിധി മാറ്റുക, 62 നിന്ന് 65 വയസ്സിലേക്ക് ആക്കുക, ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പരിഗണിക്കണമെന്നാണ് ആശമാരുടെ ആവശ്യം. അതിനുള്ള അവസരം ഒരുക്കുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ആശമാർ ഇപ്പോഴും വ്യക്തമാക്കുന്നത്. ശരി, വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.